ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു നഴ്സറി ഗാർഡനിലേക്കാണ്. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും സ്ഥലം ഏതാണ്. സ്ഥലം വേറെ ഒന്നുമല്ല, നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. അത്ര വലുതാണ്. സോ ഇവിടെ ഇല്ലാത്ത ചെടികളില്ല, അതായത് ഒരു ഗാർഡനിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ, അങ്ങനെ വേണം നമുക്ക് പറയാൻ. അതിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആവട്ടെ, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആവട്ടെ, ഇൻഡോർ ഔട്ട്ഡോർ, വാട്ടർ പ്ലാന്റ്സ്, എയർ പ്ലാന്റ്സ്, പിന്നെ ബോൺസൈസിൻ്റെയൊക്കെ ഒരു ഹ്യൂജ് വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട്. അതും പല റേറ്റ്സിൽ, ചെറുത് തൊട്ട് വലുത് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓൾസോ പോട്ട്സ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സ് ഉണ്ട്, അതുപോലെ ടെറാക്കോട്ടയുടെ പോട്ട്സ് ഉണ്ട്, അതേപോലെ സിമെൻറ്റിൻ്റെ പോട്ട്സ്, അതും പല പല സൈസസിലും ഷേപ്സിലും അങ്ങനെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഫെർട്ടിലൈസേഴ്സ് ആണ്. എല്ലാ കൈൻഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതായത് ഒരു ചെടിക്ക് ആവശ്യമുള്ള എല്ലാ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ അതേപോലെ ഗ്രാസസ്, നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഗ്രാസസ്, പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റംസ്, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അറ്റ് എ വെരി ചീപ്പർ പ്രൈസ് ദാൻ ദ ലോക്കൽ നഴ്സറീസ്. നമ്മളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഒരു ഫുൾ ഡേ ഉണ്ടെങ്കിലാണ് പ്രോപ്പർലി പ്ലാന്റ് ലവേഴ്സിന് ആ പ്ലേസ് ഒന്ന് കവർ ചെയ്യാൻ പറ്റുക. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ എല്ലാത്തിനും ഓരോരോ സെക്ഷൻസ് ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ലിയർ വേർഷനാണിത്. കാരണം നമുക്ക് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വേണമെങ്കിൽ 10 അടുത്ത് തരേണ്ട, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് പോയാൽ മതി. അവിടെ അവരത് നീറ്റ്ലി, അത് ഫ്ലവറിങ്ങും ഉണ്ട്, നോൺ ഫ്ലവറിങ്ങും ഉണ്ട്. ഈ കാണുന്ന പോലെ ഓർക്കിഡ്സ്, ആന്തൂറിഡ്സിൻ്റെ പല വെറൈറ്റീസ്, കാക്ടസിൻ്റെ പല വെറൈറ്റീസ്, അങ്ങനെ എന്താ പറയുക, പ്രൈസസ് ഓക്കെ, നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എലമെൻ്റ് ആയിരിക്കും പ്രൈസസ്. ഒരു പ്ലാന്റിൻ്റെ തന്നെ ഒരു 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും ചെറിയ പ്ലാന്റ്, അതിൻ്റെ കുറച്ച് വലുത്, അതിൻ്റെ കുറച്ച് വലുത്. ഈ ഏറ്റവും ചെറിയ പ്ലാന്റ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 50-60 റേഞ്ച്, ഡിപ്പെൻസ് അപ്പോൺ ദ പ്ലാന്റ്. ഒരു 50-60 റേഞ്ചിലായിരിക്കും. അതിൻ്റെ കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഒരു 100-120 റേഞ്ച്. അതിൻ്റെ കുറച്ചും കൂടെ വലുതായിരുന്നു 500. അത് ഒരു ചെടിയുടെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അതിൻ്റെ പ്രൈസിനെ അവർ നിശ്ചയിച്ചിട്ടുള്ളത്. സോ ഓരോ ചെടിക്കും 3 ടൈപ്പ് ഓഫ് ഒരു പ്രൈസസ് അവർ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന എല്ലാ ചെടികൾക്കും ഇത് അവൈലബിൾ അല്ല, പക്ഷെ ഏറെക്കുറെ ചെടികൾക്കും ഇങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് ഒരു പ്രൈസ് റേഞ്ച് അവർ വെച്ചിട്ടുണ്ട്. തീരെ ചെറുത്, ഒരു മീഡിയം സൈസ്, പിന്നെ ഏറ്റവും വലിയ സൈസ്. സോ ഒരിക്കലും നമുക്കത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഒരിക്കലും തോന്നത്തില്ല. നമ്മൾ ആദ്യമായി കയറിയ വലിയ ചെടി നോക്കുമ്പോൾ തോന്നും ദൈവമേ ഇത് ഭയങ്കര വിലയാണെന്ന്. ഒരിക്കലും അല്ല. ഈ ചെടികളുടെ തന്നെ എന്താ പറയുക, ഒരു 3 പ്രൈസസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ ഞാൻ വാങ്ങിയ പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 സൈസസിലാണ്. ആ ചെടികളുടെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പ്രൈസ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സെപ്ഷണൽ ആണ് ഇവിടുത്തെ ഓരോ വ്യൂസ്. അതായത് അവർ അതിനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഞങ്ങളിങ്ങനെ നടന്ന് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ, അതൊരു ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യമാണ്. വളരെ നീറ്റ്ലി ആൻഡ് ഇറ്റ്സ് വെരി വെൽ ഓർഗനൈസ്ഡ്. അതായത് എന്താ പറയുക, നമ്മൾ ഒന്ന് കാണാൻ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും എസ്പെഷ്യലി ചെടിപ്രേമികൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നത്തില്ല. അതല്ലെങ്കിൽ തന്നെ അല്ലാതെ നമ്മളൊരു ട്രിപ്പായിട്ട് പോലും പ്ലാൻ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഞാൻ കുറേ കമൻസൊക്കെ വായിച്ചിട്ടുണ്ട്, ഭയങ്കര മോശമാണെന്നൊക്കെ. ഒരിക്കലും അല്ല, ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫൊക്കെയാണ്. ഈവൻ എന്താ പറയുക, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്താ പറയുക പ്ലാൻസ് എടുത്ത് തന്ന് നമ്മുടെ അവിടെ ബില്ലിംഗ് കൗണ്ടർ അവർ കൊണ്ടുതന്ന് അവിടുന്ന് ബില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കാറിൽ വരെ എടുത്ത് വെച്ച് തന്ന് അത്ര സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ്സാണ് അവിടെ ഉള്ളത്. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. സോ പ്ലീസ് ആരും അതിൽ കയറിയിട്ട് പൊങ്കാല ഇടാൻ വരരുത്. എൻ്റെ വീഡിയോയിൽ ഈ ചേച്ചീനെ തന്നെ കണ്ടോ, ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വെള്ളം ഇങ്ങനെ ഷവർ ചെയ്ത് അങ്ങോട്ട് എടുത്ത് തരണം, ഇങ്ങനെ എടുത്ത് വെച്ചിടും. ആക്ച്വലി ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചേച്ചി എനിക്ക് വെള്ളമൊക്കെ, ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വീഡിയോ എടുക്കാനാണ്, അപ്പം ഇങ്ങനെ എനിക്ക് വെള്ളം ഷവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേ വർ വെരി കൂൾ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, എന്താ പറയുക, എനിക്ക് ഫുൾ സപ്പോർട്ടുമായിട്ടാണ് ചേച്ചി നിന്നത്. സോ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്.
മൂവിങ് ഓൺ, അഗെയിൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഏരിയ തന്നെയാണ്. ഇത് കവർ ചെയ്യാൻ നല്ല ടൈം എടുക്കും. Again, you guys must be asking for the prices. Prices ഞാൻ പറഞ്ഞ പോലെ 30 rupees, 60 rupees, അതേപോലെ 100, 120, പിന്നെ എന്താ പറയുക 600. ഇതൊക്കെ വരുന്നത് ആ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. കുറച്ച് വലിയ പ്ലാന്റ് ആണ്, അതായത് കൂടുതലുണ്ടെങ്കിൽ വില കൂടുതലാണ്. വില നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് തോന്നുന്നു. അതിൻ്റെ തന്നെ സിംഗിൾ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ 2 ലെയർ ആണെങ്കിൽ ഇത് എന്താ പറയുക പ്രൈസ് കുറയും. എനിക്ക് കണ്ടന്റ് വേണമെന്ന് പറഞ്ഞപ്പം ഒരു മടിയും കൂടാതെ അതിനെന്താ ഞാൻ പൂ പറിച്ച് വരാമല്ലോ എന്ന് പറഞ്ഞ് കുറേ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും നടക്കാതെ വന്നപ്പം ഒരു കുടയെടുത്ത് എനിക്ക് വേണ്ടി ഉള്ള പൂ പൊട്ടിച്ചു തരാണ് എൻ്റെ ഫ്രണ്ടാണ് അഞ്ജലി. അപ്പം പൂ പൊട്ടിച്ചപ്പോൾ അവളും ഹാപ്പി. അവളെന്തോ അവാർഡ് കിട്ടിയൊരു സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അതേപോലെ പൂ കിട്ടിയ സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു. സോ അങ്ങനെ പൂവൊക്കെ പറിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോവാണ്. ഈ കാണുന്ന എല്ലാം ഈ സിമെന്റ് പോട്ട്സ് ആണ്. അതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ കല്ല്, അതേപോലത്തെ എന്താ പറയുക ബ്രിക്സ്, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലേ ഒരു ഫുൾ ഡേ വേണം ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ. എന്നാലും മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പോകുന്നത് വാട്ടർ പ്ലാന്റ്സിന്റെ ഒരു സെക്ഷനിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവരത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിക്ക് അവർക്ക് എന്താ പറയുക ഹാറ്റ്സ് ഓഫ് അങ്ങനെ വേണം പറയാൻ. നല്ല ബ്യൂട്ടിഫുള്ളി ആണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ പ്ലാന്റ്സിന്റെ സെക്ഷൻ. അവിടെ ഇല്ലാത്ത വെറൈറ്റീസ് ഒന്നുമില്ല, അതേപോലെ ഇല്ലാത്ത കളേഴ്സ് ഇല്ല. അതിപ്പോൾ താമരയായാലും ആമ്പലായാലും അതേപോലെ പല ടൈപ്പില് നമ്മുടെ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് അവിടെ ഇങ്ങനെ സെക്ഷനായിട്ട് മാറ്റി തിരിച്ചും വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസ് ഇതേപോലെ തന്നെ ചെറുത് തൊട്ട് വലുത് വരെ അങ്ങനെ പ്രൈസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 60, വലുതാണെങ്കിൽ 100, പിന്നെ കുറച്ചും കൂടി വലുതാണെങ്കിൽ അത് എന്താ ഈ പറയുന്ന വെറൈറ്റീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്നത്. അതേപോലെ ഇത് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു ഹെലിക്കോൺ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന കാണാൻ. സോ ഇതൊക്കെ എത്ര വീഡിയോ എടുത്താലും എനിക്കും അത് വരാറില്ല. അങ്ങനെ നടക്കുന്ന വഴിയിലാണ് ബാക്കിയുള്ള ആമ്പലായാലും താമരയായാലും. ഈ താമരയൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർക്ക് എന്തോ ചോക്ലേറ്റ് കിട്ടിയ സന്തോഷമായിരുന്നു എനിക്കും അഞ്ജലിക്കും. നമ്മളങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വട്ടായി അങ്ങനെ വേണം പറയാൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഫ്ലവേഴ്സിൻ്റെ വാട്ടർ താമര മാത്രമല്ല ഈ ലില്ലീസും ഒരുപാട് കളേഴ്സും ഒരുപാട് വെറൈറ്റീസും അവിടെ ഉണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി ഫ്ലവേഴ്സ് വർ ടോട്ടലി ബ്യൂട്ടിഫുൾ. ആൻഡ് എന്താ പറയുക നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും വരാൻ തോന്നാത്തൊരവസ്ഥയിലായിരുന്നു. അയ്യോ നമ്മുടെ ഒന്നാമത്തെ കാര്യം നല്ല വെയിലായിരുന്നു. സോ അവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഈ കുടയും പിടിച്ച് നല്ല കാറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കുടയും പിടിച്ച് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ഒരു ടാസ്ക് ആയിരുന്നു. എങ്കിൽ പോലും എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു പ്ലേസ് ആരും ട്രിവാൻഡ്രത്തുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിന് വെളിയിലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ഒരു 1 day ടൂർ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇത് എത്രയോ ഏക്കറിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. സോ ഈച്ച് ആൻഡ് എവറി കോർണർ അവർ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് നടക്കുമ്പോഴും ഒക്കെ എന്താ പറയുക വല്ലാത്തൊരു ഒരു നൊസ്റ്റാൾജിക് ഫീലും എന്താ പറയുക ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ സൈഡിൽ കാണുന്നതൊക്കെ പലതരം പൂച്ചെടികളും അത് പലതിനും പേരുകളൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് പേരുകൾ തിരക്കാനുള്ളൊരു സാഹചര്യത്തിലും ആയിരുന്നില്ല. നമ്മൾ ആക്ച്വലി ഒരു പെട്ടെന്നുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ടും ഒരു 1 day ഫുൾ കവർ ചെയ്യാനുള്ളൊരു അവസ്ഥയിലല്ലാത്തത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നടന്ന് കണ്ടതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഓടി വരേണ്ട ഒരു അവസ്ഥയാണ്. ഒന്ന് റിലാക്സ് ചെയ്ത് കാണാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഈ ഒരു വെയിലൊക്കെ കുറഞ്ഞ് കുറച്ചും കൂടി ഒരു നല്ല ക്ലൈമറ്റിൽ ഈ ഒരു പൂക്കളൊക്കെ ചെടികളും ഒക്കെ ആസ്വദിക്കാനും വാങ്ങാനും ഒക്കെ പറ്റും.
അടുത്തത് നമ്മൾ പോട്ട്സിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ് പോയത്. ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞെങ്കിലും സെറാമിക് പോട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല സെറാമിക് പോട്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചും ഏകദേശം എന്താ പറയുക 200, 100, 350, 600, 1000 ഞാൻ പറഞ്ഞില്ലേ, അതായത് ഓരോ പോട്ട്സിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് വില അവർ ഈടാക്കിയേക്കുന്നത്. ചീപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവും അല്ല, എന്നാൽ വളരെ ചീപ്പും അല്ല. ആ ഒരു കാറ്റഗറിയിലാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ കണ്ടൊരു പൂവാണ്. പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് പൂവായിരുന്നു. ഇതാണ് നാഗലിംഗ പുഷ്പം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ റീല് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഈ പൂവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അത് പിടിച്ചു നിൽക്കുന്നത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അടുത്തതായിട്ട് റോസസിൻ്റെ കളക്ഷനിലേക്കാണ് ഞങ്ങൾ പോയത്. റോസസിൻ്റെ യമണ്ടൻ കളക്ഷൻ അങ്ങനെ വേണം പറയാൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന റോസസ് എല്ലാം അതിൽ തന്നെ റോസസ് തന്നെ നാടൻ റോസ് ഉണ്ട്, ബഡ് റോസ് ഉണ്ട്, അതേപോലെ ട്രീ റോസസും ഉണ്ട്. ട്രീ റോസസിന് 1000 rupees ആണ്. അതായത് വളർന്നൊരു കോലിനകത്ത് അവരിങ്ങനെ ഒരു ട്രീ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 rupees ആണ് അവർ ചോദിക്കുന്നത്. അതേപോലെ നാടൻ റോസിനാണെങ്കിൽ 16. ഈ അല്ലാത്ത വെറൈറ്റി ഈ ഒരു തിക്ക് റോസസ് ഉണ്ടല്ലോ, ബഡ് റോസസിന് 75. ഈ കുറച്ച് വലുപ്പമുള്ള റോസസ് ഈ ട്രീ പോലെ നിൽക്കുന്നതിന് ഐ ഗെസ് 100 ആയിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. ഇത് നമ്മളവിടെ കണ്ടൊരു ബോൺസൈഡ് ട്രീ ആണ്. വെറും 5 ലക്ഷം രൂപയുള്ളൂ. പല പല ചെടികൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ചെടികളൊക്കെ വാങ്ങി. അവിടെ സ്റ്റാഫിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ചെടികളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് സ്റ്റാഫ് നമ്മൾ ഓരോ ചെടികൾ പറക്കുമ്പോഴും അവരത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏരിയയിൽ കൊണ്ടെത്തിച്ചു തരും. എന്നിട്ട് അവർ തന്നെ ബില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബില്ല് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്, പക്ഷെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ വെച്ച് തരും. അങ്ങനെ ചെടികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്നെപ്പോലെ ഉള്ള പ്ലാന്റ് ലവേഴ്സിന് ഉറപ്പായിട്ടും വരേണ്ട ഒരു ഡെസ്റ്റിനേഷനാണിത്. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഒന്ന് പ്ലാൻ ചെയ്ത് വന്നാൽ പ്ലാന്റ് ലവേഴ്സിനെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. സോ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.